അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പോയിട്ട് കണ്ടോല പെരിയിൽ ഒത്തിപ്പാളി നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ജനൽമേ ഒരു കൈക്കല കഷ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുക്കാൻ ചെന്നപ്പോൾ അതവിടെ കാണാനല്ല. അപ്പോൾ നോക്കുമ്പോൾ അത് പറന്നതിൻ്റെ ഉള്ളിൽ ചാടിപ്പോയതാണേ. ഞാൻ തിരിച്ചന്ന് ഇന്ന് ദൊഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദൊഡ്ഡലിക്കുള്ള മാവ് ഞാൻ എഗ്ഗ് ബോയിലറിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇപ്പം എനിക്ക് ആ ഇഡ്ലി ചെമ്പ് എടുക്കാനും അതിൻ്റെ ആ തട്ടെടുക്കാനും കഴുകാനൊക്കെ മടിയായിക്കണ്. അപ്പോൾ അങ്ങനെ ഇതിലാണ്ട് ചെയ്യൽ. പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കണം. അതിനിതാ ഞാൻ ഈ ചട്ടി എടുത്തേക്കണം കേട്ടോ. 2 ദിവസം മുമ്പ് ഇന്നെ തേടി ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിൻ്റെയൊക്കെ വീഡിയോ കണ്ട് അയൺ ചട്ടി വാങ്ങി അതിലുണ്ടാക്കുന്നത് ഭയങ്കര പുളിപ്പാണ്, പൈസ പോയി, ഈ ചതി പാടില്ലായിരുന്നു എന്ന്. ഈ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നെട്ടി. ഞാൻ ഈ ചട്ടിയിൽ ഇതുവരെ ഞാൻ എത്ര എത്ര വീഡിയോസിൽ ഞാൻ കാണിച്ചിരിക്കണ്. ഞാൻ ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യൽ. എനിക്ക് അല്ലാതെ ഞാൻ പുതിയ പാത്രങ്ങളൊന്നും കുറേ ഇവിടെ വാങ്ങിച്ച് കൂട്ടിയിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാനിപ്പോഴും പഴയ പാത്രങ്ങൾ കുറേ ഉപയോഗിക്കുന്നുണ്ട്. പുതിയതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ പഴയത് കേടുന്നതൊക്കെ ഇങ്ങനെ ഒഴിവാക്കലാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഈ അയൺ കടായി സംഗതി ഞാൻ ആളാ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ ആദ്യം നെട്ടിത്തരിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ ഈ ഇൻഡസ് വാലിൻ്റെ ചട്ടി ഇതുവരെ എനിക്ക് ഉപയോഗിച്ചതിൽ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലായാലും അതേപോലെ തന്നെ ഈ അയണ്ടതായാലും എല്ലാവരും പറയലുണ്ട്, അല്ലെങ്കിൽ കയറിയിട്ട് പോയി നോക്കുമ്പോൾ വില കൊണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരുന്നു. അത്യാവശ്യം വില ഉണ്ടാവലുണ്ട്. കാരണം ഇന്ത്യസ് നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ബ്രാൻഡാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു അവകാശമൊക്കെ പറയുമ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി വേണ്ടി വരുമല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കട്ടിയും ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം സംഗതി ഞാൻ ആളടുത്ത് വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചെങ്കിൽ, ഈ ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതിന്ന് ഒഴിവാക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡൊക്കെ ഞാൻ പല പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ദോശപ്പാനാണ് ഇത് ഈ ഭാഗം കണ്ടോ. ഈ ഭാഗം അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തുവെച്ചപ്പോൾ എണ്ണാക്കാൻ മറന്നു പോയ ഭാഗമാണ് കേട്ടോ. അത് ഇനി അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു പണിയാവും. അത് ഞാൻ ദോശത്തവ എപ്പോഴും അങ്ങനെ കേൾക്കലില്ല. ഞാൻ എന്താ ചെയ്യാച്ചെങ്കിൽ, ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ അധികം അഴുക്കൊന്നും ആവില്ലല്ലോ, അതേപോലെ എടുത്തേക്കും. പിന്നീട് ദോശ ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇപ്പം എല്ലാ ചട്ടി ഒന്ന് തേച്ചുരച്ച് കേക്ക് എടുത്തിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. ഈ ചട്ടി കൊണ്ടുള്ള വീഡിയോയിൽ ഞാൻ പല പല പ്രാവശ്യം പറഞ്ഞിരിക്കണത് ഇതിൽ അയണിൻ്റെ ചട്ടിയാണ്. നമ്മൾ ഉണ്ടാക്കി ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനം നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ചട്ടി കഴുകി ഉണക്കി വെക്കണം. അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. ഞാനിതിൽ സ്റ്റീലിൻ്റെ സ്പൂൺ അധികം ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് അത് വേഗം മാറ്റി മരത്തിൻ്റെ തവിനെ ആക്കിയത്. ഞാൻ മരത്തിൻ്റെ തവി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ചട്ടി ഇങ്ങനെ ഒരു തിളക്കം കണ്ടെങ്കിൽ ഒരു ഗ്ലേസിങ് പോലെ, ഒരു നോൺ സ്റ്റിക്ക് പോലെയൊക്കെ നമുക്ക് നിൽക്കും. ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു നല്ല ഗ്ലേസിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വുഡൻ്റെ സ്പൂണ് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇതിൽ ഞാൻ പല പല കറികൾ ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം, നമുക്ക് എന്തെങ്കിലും എണ്ണയിൽ മുക്കി പൊരിച്ച് നെയ്യപ്പം ഉണ്ടാക്കാം. ഞാൻ വെള്ളയപ്പം വരെ അതിൽ ട്രൈ ചെയ്ത് നോക്കിയിരിക്കണേ. എല്ലാതും സക്സസ് ആയി കിട്ടുകയും ചെയ്തിരിക്കണേ. അപ്പോൾ ആള് ഇതുപോലെ തന്നെ ഞാൻ ആ റിവ്യൂ വീഡിയോ ആണെങ്കിൽ ആൾ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അയൺ കടായി വാങ്ങുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ ഒന്ന് വാങ്ങുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വാങ്ങുകയാണെങ്കിൽ എന്തായാലും മനസ്സിലാവും. ഞാൻ പല പല വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് പെട്ടെന്ന് അതായത് മാറ്റണം. ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് മാറ്റുക. അത് അയണ് അബ്സോർബ് ആവും നമ്മൾ ഫുഡിക്ക്. അത് കുറച്ച് ചെറിയ രീതിയിൽ നമുക്ക് അയണിൻ്റെ കണ്ടൻറ്റ് ആവശ്യമാണ്. പക്ഷെ അത് അധികമായാൽ ആ ഒരു സാധനം ഉണ്ടല്ലോ, കറുത്ത് അതിൽ വെച്ച ഫുഡ് ഉണ്ടല്ലോ, കളറ് മാറും. അത് പിന്നെ കഴിക്കാനും കൊള്ളൂല. അതാണില്ല അവസ്ഥ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ചട്ടി അവിടെ മാത്രം എണ്ണയില്ലാത്ത ഭാഗം, അവിടെയാണ് ഈ വരണ്ടി കൂട്ടണത് കേട്ടോ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. 1-2 ഇത് ചുട്ട് വരുമ്പോൾ അത് പിന്നെ ആണ് ശരിയായി കിട്ടും ചെയ്യും കേട്ടോ. ഫസ്റ്റ് ആ 1-2 ദോശയുള്ളൂ അങ്ങനെ പ്രശ്നമാവുക. അയണിൻ്റെ ചട്ടി നമുക്ക് ഗ്യാസുമേലും അതേപോലെ തന്നെ അടുപ്പത്തും ഒരേപോലെ ഉപയോഗിക്കാം. കുറച്ചൊന്ന് നമ്മളേറ്റൊന്ന് യൂസായി നമ്മൾ ഒന്ന് ഇണങ്ങി വരുന്ന വരെ നമ്മൾ കുറച്ച് കാലം അതിൽ ഉണ്ടാക്കുന്ന ഫുഡ് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുക. പിന്നെ കഴുകി വെക്കുമ്പോൾ ഞാൻ കഴുകി ഉണക്കി എണ്ണയൊന്നും തേച്ചൊന്നും വെക്കലില്ല കേട്ടോ. അത്രക്ക് നല്ല ഡീസൻ്റായിട്ടൊന്നും ചെയ്യലില്ല. ഞാൻ കഴുകി കഴിഞ്ഞാൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ടേക്കും, അല്ലെങ്കിൽ ഞാനതൊന്ന് തുടച്ചെടുത്ത് വെക്കും. അത്രയും ഞാൻ ചെയ്യലുള്ളൂ കേട്ടോ.
ഞാനത് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഇന്നൊരാളെ ചട്ടി വാങ്ങുമ്പോൾ എന്നോട് വന്ന് ഇജി ഇങ്ങനത്തെ ചതിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയരുത്. അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് റിവ്യൂ ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് വാങ്ങിക്കാം വേണ്ടിയിട്ട് പറ്റും. ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വീഡിയോ ചെയ്യുന്നതും. ഞാൻ ഒരു വർഷം മുമ്പ് ഉപയോഗിക്കണ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും എൻ്റെ അടുത്ത് ഇൻഡസ് വാലിൻ്റെ. ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടുണ്ടായില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടൻ കോമഡീന് കറിയിൽ ഉപ്പും കൂടി ചായയിൽ മധുരം കൂടി. എന്തോ ഇന്നത്തെ രാവിലെ തുടക്കം ഭയങ്കര മൂഞ്ചസിയേനു. പക്ഷേ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് പ്രകൃതി രമണീനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ രമണീനെയൊക്കെ കണ്ട് വന്ന വഴിക്കലാണ് ഇവിടെ 6 പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞത് കണ്ടത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കൾ വിരിയുന്നത്. നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ. അത് ഞാൻ പിടിച്ചാട്ടുകയാണ് കേട്ടോ, അല്ലാതെ അത് ആടി കഴിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒരുത്തൻ 2-3 ദിവസമായിട്ട് നല്ല പണിയിലാണ് കേട്ടോ. മറ്റേത് ചങ്ങായി പെരീക്ക് കിടത്തിയ ഒരു ഫോണ് വേണം കാണാനേ. ഇപ്പൊ 2 ദിവസമായിട്ട് ആള് ഫോണൊന്നും നോക്കണന്നല്ല കേട്ടോ. ആള് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിട്ട് ഓരോരോ പണികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇൻഡസ് വാലിന്റെ പെട്ടി ഉണ്ടായിന് കേട്ടോ. ആ പെട്ടി വെട്ടി കൂട്ടി ഇതുണ്ടാക്കണം കേട്ടോ. ബസ് ഉണ്ടാക്കി എടുക്കുകയാണ് ആളെ പരിപാടി. എല്ലാ പ്രാവശ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊറിയർ വരുന്ന പെട്ടികളൊക്കെ ഇതന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടി. പെട്ടി കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒരു പകുതി തൊട്ട് വെക്കും. പിന്നെ അത് ഉപയോഗിക്കുകയല്ല, എവിടെയെങ്കിലും ഒരു മൂലക്കലൊക്കെ കൊണ്ടുപോയിടും. അത് ലാസ്റ്റ് ഞാൻ എടുത്തുകൊണ്ട് കത്തിക്കും. അല്ലെങ്കിൽ ഞാൻ ചട്ടക്കളാസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് വിൽക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. അപ്പം ഇപ്രാവശ്യം വന്നപ്പോഴും അതേപോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞു അജോ പകുതിയാക്കിയിടാനാണെങ്കിൽ തൊടുന്നെ വേണ്ട, പിന്നെ അവിടെ ഇവിടെ ഇട്ട് എനിക്കത് ക്ലീൻ ചെയ്യലൊരു പണിയാ. ഇപ്രാവശ്യം ആളെന്തോ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടോ. ഇത് ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്തതാണേ. അപ്പൊ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഞാൻ അപ്പോഴും ഇപ്പോഴൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ക്ലിപ്സ് ഒക്കെ ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങോട്ട് നോക്കട്ടെ കുട്ട, ഇങ്ങോട്ട് നോക്കിക്കേ, മെച്ചിന്റെ മുഖത്ത് നോക്കട്ടെ. വെള്ള ഷർട്ടൊക്കെ നശിപ്പിച്ചോ? ഓനോട് ഞാൻ പറയുന്നേ സീറ്റ് കുറച്ച് താന്നും ജനല് കുറച്ച് പൊന്തിയും ആളുകൾ എങ്ങനെ ഇടാ കാഴ്ചകൾ കാണും. അപ്പൊ പറയാ ആൾക്കാർക്ക് വേണമെങ്കിൽ നിന്നുകാണ്ട് നോക്കിക്കാണാൻ. പ്രിയദർശിനിയ സ്റ്റിയറിംഗ് ഉണ്ട് ഇവിടെ. സ്റ്റിയറിംഗ് ഇത് പോണത്തി സ്റ്റിയറിംഗ് ഇത് പോണത്തി സ്റ്റിയറിംഗ് കൈ കിട്ടാ ഇതിനൊക്കെ ഇനി ആ സോപ്പും പൊടിയിലിട്ട് മുക്കിയെടുക്കേണ്ടി വരുമല്ലോ. ഫ്രണ്ടൊക്കെ ഒന്ന് കാണിച്ചാ. ഇതിന്റെ ബാക്കിലുള്ള ഈ ചില്ല് പോലത്തെ സംഭവം എന്താ വെച്ചെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. വാട്ടർ ബോട്ടിലിന്റെ മിനറൽ വാട്ടറിന്റെ കുപ്പി മുറിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ആള് സെറ്റ് ആക്കിയിരിക്കുന്നത്. കുറച്ച് 2-3 ദിവസമായി ഇതിമ്മ ഇങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇതിമ്മ മെനക്കെട് തന്നെയാണ് കേട്ടോ. ആൾക്കിപ്പോ ഫോണൊന്നും കളിച്ചാൽ വേണ്ട, ഇതിമ്മ ഇങ്ങനെ ഓരോ പണിയാണ്. ആള് ടൂറിസ്റ്റ് ബസ്സാണ് അത്രേ ഉണ്ടാക്കുന്നത്. എത്രാമത്തെ പശുക്കുപ്പിയാ? 2ാമത്തെ. ഇതുകൂടി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ? പിന്നെ മഴ പെയ്താലും നനയാത്ത കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓലൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത് ബാക്കി നമ്മളെ പണികളൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് നിന്നപ്പോഴേക്കും ഇതാ മഴ വന്നിക്കണം കേട്ടോ. രാവിലെ നല്ല വെയിലേനു, പിന്നെ കുറച്ച് കഴിഞ്ഞ് മഴ പെയ്തു തുടങ്ങി. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ റേഷൻ കണക്കിനാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒന്ന് ചാരി ചീഞ്ഞ് പെയ്താലായി, അത്രേ ഉള്ളൂ. ചിലപ്പോൾ വെറും ചാറ്റലും ചീറ്റലും മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു മഴയൊക്കെ പെയ്യും. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഗിവ് അവേന്റെ 3ാമത്തെ വീഡിയോ. റൂൾസ് ഒന്നും ആരും മറക്കണ്ട. ഒരു വീഡിയോയിൽ 3 കമന്റ് നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഇതുവരെ ബാക്കി വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, കമന്റ് ചെയ്യുക. ഇത് 3ാമത്തെ വീഡിയോ ആണ്. റൂൾസ് കുറച്ച് കടുത്ത് പോയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇനിയൊരു 2 വീഡിയോ ഉണ്ട് കേട്ടോ. അങ്ങനെ 5 വീഡിയോയിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അപ്പം കമൻറ്റ് ചെയ്താൽ മറക്കണ്ട. ഒരുപാട് എസ്സേ പോലെ വലിച്ചു നീട്ടിങ്ങളൊന്നും എഴുതുന്നുണ്ട. ഒരു 1-2 വരിയിൽ എഴുതാം. അപ്പോൾ ഞാൻ പറഞ്ഞ റൂൾസുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ.
ഇങ്ങനെയുള്ള ഈ കുസിനിപ്പണിക്കൊന്നും ഞാൻ വല്ലാണ്ട് സമ്മതിക്കാത്തത് ഇതാണ് കേട്ടോ. അതിന്റെ ബാക്കിൽ എനിക്ക് പെരും ചോറകൾ അങ്ങനെ ഓരോ വെട്ടിക്കൂട്ടി ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ പണിയാക്കി തരും കേട്ടോ. ഇതിപ്പോ വല്ല മിറ്റത്തൊക്കെ അടിച്ചാരി ആക്കാനുള്ള പരിപാടിയിനി. അപ്പോഴത്തേന് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു മിറ്റത്തൊക്കെ ആക്കിയാണ് എനിക്ക് ഇരട്ടി പണിയാക്കണ്ട, ഞാൻ വല്ല അവിടുന്ന് അടിച്ചു വാരി എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവളെ വിചാരം മിറ്റത്തേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂലകയിലൊന്നും കൊണ്ടുപോയിട്ടാൽ ഞാൻ അറിയില്ല എന്നാണ്. ഇന്നെ കണ്ടും കയ്യാത്ത ഒരു സ്ഥലം ഈ പേരിൽ ഉണ്ടാകും. ഇത്രയും ദിവസം ബസ് വെട്ടിക്കൂട്ടിന്റെ അവശിഷ്ടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചത് എവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യണേ വിചാരിച്ച് നോക്കിയപ്പോഴാണ് ദാ ഈ ഒരു ബോക്സിന്റെ ബാക്കിലായിട്ട് ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിരിക്കുന്നത് കേട്ടോ. മഴയല്ലേ, അപ്പൊ അതുകൊണ്ട് പുറത്തൊന്നും കൊണ്ടുപോയി ഇടാൻ പറ്റൂലല്ലോ. പിന്നെ അവിടെ ഇവിടെ വലിച്ചിട്ടാൽ ഞാൻ ഈ പണിക്ക് അയക്കൂല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ബാക്കിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിക്കണം കേട്ടോ. ഇത് ലാസ്റ്റിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ അതെടുത്ത് കത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളെ ഞാൻ സമ്മതിച്ചത് കേട്ടോ. അല്ല, ഞാനതൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിച്ചു ഇപ്പോൾ ഭയങ്കര ക്രൂരയായ തള്ളയാണ് എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും ആവലൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ കുറച്ചൊരു സ്ട്രിക്റ്റ് ഒക്കെ ആവും. ഈ ചവടി ഇവിടെ ഇങ്ങനെ വലിച്ചു വാരിടുന്നത് വലിയ ഇഷ്ടമല്ല. പക്ഷെ അത് വിചാരിച്ച് എപ്പോഴും ഒതുക്കി പറക്കിയൊന്നും ആവൂല നമ്മളെ പേരെ നിൽക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ അങ്ങനെ ആക്കരുത് ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആവലുണ്ട് ഞാൻ. അങ്ങനെ പിന്നെ ഞാനിതാ കിച്ചണിൽ കയറി ഉച്ചക്കല്ലേ ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോ തേങ്ങാച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കന് കിട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഈ കുക്കറിൽ ചിക്കന് കൊള്ളുവോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, കറക്റ്റ് ആയിക്ക് പാകേനു. പിന്നെ എന്തായാലും ചിക്കന് വെന്ത് വരുമ്പോ ഒന്ന് ചുങ്ങി ഒരു പാകം ആകുമല്ലോ. എനിക്ക് പുതിയ പാത്രം കിട്ടിയാൽ പിന്നെ കുറച്ച് ദിവസം അയിമ തന്നെ കാരം എൻ്റെ പരിപാടി. ഒന്നാമത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിയിൽ പുതിയത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. വീഡിയോ എടുക്കൂലെങ്കിൽ ഞാൻ പഴയ പാത്രങ്ങളൊക്കെ വെച്ച് കുക്ക് ചെയ്യും. വിചാരിച്ച് ഞാൻ അങ്ങനെ പാത്തച്ച് ഒന്ന് കേടന്നിട്ട് മറ്റേതെടുക്കുക അങ്ങനെയൊന്നും കുറേ കാലം നമുക്ക് ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം അങ്ങനെയൊന്നും ഞാൻ പാത്തക്കൊന്നുമില്ല. ചെറുള്ളിയുടെ വലിപ്പം കുറവ് കൊണ്ടും ഇതിൻ്റെ തൊലിക്കാനുള്ള മടി കൊണ്ടും ഞാൻ കുറച്ച് ചെറുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇനി. പക്ഷേ അത് അരിഞ്ഞെടുക്കാൻ ഞാൻ മറന്നത് കഴിഞ്ഞിട്ടോ. അരിഞ്ഞിട്ടാണ് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ അച്ചയിൽ കിട്ടുമെടുത്ത് കഴിഞ്ഞിട്ടോ. പിന്നെ അത് ചോറ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ചപ്പോഴാണ് കടി അറിയാനും വെന്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അരിഞ്ഞിടുമ്പോൾ അത് നല്ലപോലെ അലിഞ്ഞങ്ങോട്ട് അതിലങ്ങോട്ട് ചേർന്നോളും ആ ചോറിൽ. പിന്നെ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്നിങ്ങനെ ഞെരടണം. അപ്പം തേങ്ങാപ്പാൽ അതിനിങ്ങനെ വെളിയിൽ വരും. അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ പറയല്. അപ്പോൾ അതിക്ക് ഉപ്പൊക്കെ ചേർത്ത് ഇങ്ങനെ ഞാൻ തേങ്ങാച്ചോറിനുള്ള വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറി വിസിലടുപ്പിച്ച് ഞാൻ ഓഫാക്കിയിട്ടിട്ടുണ്ടേനി. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആക്കണം കേട്ടോ. തേങ്ങാച്ചോറൊക്കെ ആയ പാടന്നെ എല്ലാവർക്കും ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. എല്ലാവർക്കും വിശന്നിട്ടുണ്ടേനി. അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ടേനി. പക്ഷെ ഓൽക്കൊന്നും വിളമ്പണത് കൊടുക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനുള്ള സാവകാശമൊന്നും ഓൽ തരൂല. ചിലപ്പോൾ നല്ല വയസ്സ് നിൽക്കുന്ന സമയത്ത് ഓൽക്കതിനൊന്നുള്ള സന്മനസ്സൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെയും എനിക്കാണ് ആ വക സന്മനസ്സൊക്കെ ഉണ്ടാകുക. കാരണം ഞാനാണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, എനിക്കാണല്ലോ ആ ക്ലിപ്സൊക്കെ കിട്ടേണ്ട ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ എല്ലാ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് ഞാൻ ചോറ് തിന്നത് കേട്ടോ. പക്ഷെ ചോറ് തിന്ന് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പണികളെടുക്കാൻ ഭയങ്കര മടിയാകാരം. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാ പണികളും ഒതുക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് ബസ് ഓരോ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ശരിയാക്കിയിരിക്കണം. ഇപ്പം നമ്പർ പ്ലേറ്റ് റെഡി ആക്കിയിരിക്കണം. അതാണ് കാണിച്ചത് കേട്ടോ. നമ്പർ പ്ലേറ്റ് ഇപ്പം ഇച്ചിൻ്റെ സ്കൂട്ടിമത്തെ നമ്പർ എടുത്തിട്ട് ഇതിമക്ക് ഇട്ടുകയാണ് കേട്ടോ അവന്. പിന്നെ ഉള്ളിലെന്തോ LED ബൾബോ ഒക്കെ സെറ്റാക്കിക്കണ്. അത് രാത്രിയുള്ളൂ നല്ലോണം മിന്നി തിളങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചച്ചോറൊക്കെ തിന്ന് ഒരു ഉച്ചമയക്കം പാസ്സാക്കാന്ന് വിചാരിച്ചാൽ ഇവിടെ മൂന്നാളും പാടെ ഒച്ചമൊളി ഉണ്ടാക്കിയിട്ട് നടക്കൂല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ നട്ടുച്ച സമയത്ത് തന്നെ കുഞ്ഞുട്ടി ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ടും കയറിയിട്ടുണ്ടേനെ. നമ്മള് വെള്ളം ഉണ്ടല്ലോ, കുഴൽ കിണറിന്റെ വെള്ളമാണ്. അപ്പൊ അത് എല്ലാ ദിവസവും നമ്മൾ അടിക്കുമെങ്കിലും കുറച്ച്
കുറച്ചല്ലേ അടിച്ചുള്ളൂ, നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ അടിച്ചുമ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് വെള്ളത്തിന് ഒരു സ്മെല്ലാണ് കേട്ടോ. അതായത് കുഴൽ കിണറത്തെ വെള്ളത്തിന് നല്ലപോലെ അടിച്ച് കളയുമ്പോഴാണ് ആ സ്മെല്ലും ആ കളറും ചേഞ്ചൊക്കെ ഒന്ന് പോവുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ തന്നെ നല്ലപോലെ ഇങ്ങോട്ട് വെള്ളം അടിച്ച് കളയലാണേ. ഇത് പോണത് ഈ റോഡ് കൂടെ ഇങ്ങനെ പോയിട്ട് അവിടെ അടുത്തൊരു പാടമുണ്ട്, ആ പാടത്തേക്കാണ് ചെന്ന് ചാടുക കേട്ടോ. പിന്നെ വെയിൽ സമയമാകുമ്പോൾ അതങ്ങനെ ഉണങ്ങും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആയിട്ട് കുഞ്ഞുട്ടി ഇതേപോലെ, ആഴ്ചയിൽ ഇല്ലെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ടാങ്ക് ക്ലീൻ ചെയ്യും. ഇതേപോലെ നല്ലോണം വെള്ളം അടിച്ച് കളയുമ്പോൾ കുറച്ച് ദിവസം അങ്ങനെ സ്മെല്ലും ഉണ്ടാവില്ല, അതേപോലെ തന്നെ വെള്ളത്തിന് കളർ ചേഞ്ചും ഉണ്ടാവില്ല കേട്ടോ. നല്ലപോലെ അടിച്ച് കളഞ്ഞ് എങ്ങനെയാണ് ശരിയായി വരണം. കുഴൽക്കിണറത്തെ വെള്ളം ഉപയോഗിക്കണവർക്കൊക്കെ അറിയുണ്ടാവും. എന്തായാലും ആ വെള്ളം അടിച്ച് കളയാണല്ലോ, അപ്പൊ പിന്നെ ആ വെള്ളത്തിൽ കളിച്ച് കളയാം എന്നുള്ള രീതിയിലാണ് കേട്ടോ മക്കള് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ. ഡെയിലി വീഡിയോ ഇടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചിലര്, കമന്റ് എഴുതാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ട്. പക്ഷെ ഡെയിലി ഒന്നും നടക്കൂല, ഒന്നരാടം വരാട്ടോ. അപ്പൊ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.